നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ കഥകളിയിലെ സ്ത്രീവേഷങ്ങളെ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നാറുണ്ട്. അത് ചിലപ്പോ ആടയാഭരണങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ കണങ്കാല് വരെ നീണ്ടു കിടക്കുന്ന മുടി കണ്ടിട്ടോ അതല്ലെങ്കിൽ നീട്ടി വളർത്തിയ നഖങ്ങൾ കണ്ടിട്ടാണോ, എന്തായാലും അത് വളരെയധികം കുട്ടി മനസ്സിനെ ആകർഷിച്ചിരുന്നതാണ്. അപ്പൊ തോന്നുകയാണ് അതിലത്തെ ഒരു കഥകളിലത്തെ ഒരു വളരെ നല്ലൊരു രംഗമാണ് സാരി നൃത്തം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാരി നൃത്തത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാതെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഇത്രയും സുന്ദരമായ സാരി നൃത്തത്തെ കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനൊരു താല്പര്യമുണ്ട്. നമുക്ക് ഈ സാരി നൃത്തത്തിനെ പറ്റിയിട്ട് വിശദമായി പറഞ്ഞു തരാൻ പറ്റിയ കലാകാരിയെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ ശ്രീദേവി? നമുക്ക് എന്തായാലും ശ്രമിക്കാം, ആരെങ്കിലും കിട്ടുമോ നോക്കണം. ബീനല്ലേ CM ബീനോട് നമുക്കൊന്ന് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ എനിക്കും അതെ, കുട്ടിക്കാലം മുതലേ പഴയ കലാമണ്ഡലത്തിൽ വെച്ച് കണ്ട കഥകളി ആ രംഗങ്ങളൊക്കെയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. സ്ത്രീവേഷവും സാരി നൃത്തവും നളചരിതത്തിലെ സാരി നൃത്തമാണ് ഏറ്റവും മനസ്സിൽ കിടക്കുന്നത്. നമുക്ക് എന്തായാലും അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണം. ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരാണ്ടാവും ഇതിനൊക്കെ കുറിച്ച്. പ്രശസ്ത കഥകളി നിരൂപകനും സംഘാടകനും അതിലുപരി കഥകളി ആസ്വാദകനുമായിരുന്ന CMD നമ്പൂതിരിപ്പാടിന്റെ മകളാണ് CM ബീന. തന്നെ കലാനിലയം രാഘവനാശാന്റെ അടുത്ത കീഴിൽ കഥകളി പഠിക്കുകയും പല പല അരങ്ങുകളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് ബീനയ്ക്ക് അരങ്ങുകളിൽ നിന്നും വിട്ടു നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ സജീവമായി തന്നെ കഥകളി രംഗത്തുണ്ട്. ശ്രീകൃഷ്ണന്റെ വേഷവും അതേപോലെ തന്നെ സ്ത്രീവേഷങ്ങളും ധാരാളം കിട്ടി ഇപ്പോൾ അരങ്ങുകളിൽ കഥകളി നടത്തി വരുന്നു. നമസ്കാരം ബീന, ഈ പൂർണ്ണേന്ദുവിലേക്ക് സ്വാഗതം. ഞങ്ങൾ പൂർണ്ണേന്ദു എക്സ്പ്ലോറിംഗ് ട്രഡീഷണൽ ആർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ ആൾക്കാരാണ്. ഗിരിജ, ശ്രീദേവി, ആനന്ദവല്ലി, ഷീല, ഞാൻ സുചിത്ര നിലയം. അപ്പൊ ഞങ്ങള് ബീനയുടെ ഇത് കാത്തിരിക്കുകയാണ്. സാരി നൃത്തത്തിനെ കുറിച്ച് ഉള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ നല്ല മോഹമുണ്ട്. ഈ സാരി എന്നുള്ള പേര് എങ്ങനെയാ വന്നതെന്നും കൂടി അറിയാനൊരു ആകാംക്ഷയുണ്ട്. അതും കൂടി ഇതില് ഞങ്ങൾക്കൊന്ന് അറിയണം കേട്ടോ. സാരി നൃത്തം കളിക്കാനായിട്ട് കഥകളിയിലെ പോലെ ശരീരവഴക്കം ആവശ്യമുണ്ടോ? ഏതെല്ലാം സന്ദർഭങ്ങളിലും ആട്ടക്കഥകളിലുമാണ് ഈ സാരി നൃത്തം അവതരിപ്പിക്കുന്നത്? നമ്മുടെ കഥകളി ബാക്കി എല്ലാ ഇതിലും ഉണ്ടല്ലോ, തെക്കൻ ചിട്ട അല്ലെങ്കിൽ വടക്കൻ ചിട്ട എന്നുള്ള പ്രാദേശിക വ്യത്യാസങ്ങൾ. അത് ഈ സാരി നൃത്തത്തിലും ഉണ്ടോ? അതേപോലെ തന്നെ മുഖത്തെ ഭാവങ്ങളിലോ അല്ലെങ്കിൽ മുദ്രകളിലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വെക്കുന്നതിലോ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെയുള്ളതോ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചു. ഈ സാരി ഡാൻസിൽ മിനിമം എത്ര പേര് വേണം കളിക്കാൻ? എല്ലാവർക്കും നമസ്കാരം. പൂർണ്ണേന്ദു എന്നുള്ള ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കഥകളിയിലെ സാരിയെ പറ്റിയാണ്. കഥകളിയിലെ ലാസ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു നൃത്ത സങ്കേതമാണ് സാരി. സാരി അല്ലെങ്കിൽ ചാരി എന്ന് സഞ്ചരിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ചാരി, അതിൽ നിന്നാണ് സാരി വന്നത്, അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കാം. അതായത് ഭൂമി ചാരികളുണ്ട്, ആകാശചാരികളുണ്ട്,
അപ്പോൾ കഥകളിയിൽ പ്രവേശനത്തിന് ഉപയോഗിക്കുന്ന ആ സഞ്ചാര സൂചകമായിട്ടുള്ള നൃത്തമാണ് ചാരി അഥവാ സാരി. ചില സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടിയാണ് ഈ പ്രവേശന സമയത്ത് ആ അവസരത്തിലുള്ള ഒരു നൃത്തവിശേഷമാണ് സാരി. ഇതിലെ ഈ സാരിയിലെ സാഹിത്യം എന്നുള്ളത് ആ സമയത്തുള്ള കഥാപാത്രത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ വിവരിക്കുന്ന ഒരു കവിവാക്യമാണ്. സാരിക്ക് നിശ്ചിതമായ ഒരു രൂപമുണ്ട്, ഒരു ചിട്ടയുണ്ട്. പക്ഷെ കഥാപാത്രങ്ങൾക്ക് രൂപമുണ്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് അവതരണത്തിൽ. കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഓരോ സാരിക്കും ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ ഭാവവുമുണ്ട്. അതായത് ഓരോ കഥാപാത്രങ്ങളുടെയും സൂക്ഷ്മമായ ഭാവവ്യത്യാസങ്ങൾ പ്രയോക്താക്കൾ മനസ്സിലാക്കി അറിഞ്ഞ് വേണം ആ ഓരോ അവതരണങ്ങളും നടത്തേണ്ടത്. അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ശ്ലോകം പാടി തിരശ്ശീല നീക്കുമ്പോൾ തന്നെ സാരി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊന്നാനി ശെങ്കിടി ഓരോ പ്രാവശ്യം വീതം പാടും. മുദ്രകൾ പതിവില്ല, അതിനനുസരിച്ചുള്ള ചുവടുകൾ മാത്രമേ ഉള്ളൂ. ഓരോ ചരണങ്ങൾ കഴിയുമ്പോഴും അവിടെ കലാശിക്കുന്നുണ്ട്. അങ്ങനെ തെക്ക് വടക്ക് ശൈലീഭേദം അധികം കണ്ടിട്ടില്ല. അങ്ങനെ വ്യത്യാസങ്ങളില്ല എന്നാണ് അറിയുന്നത്. സാരികളുള്ള ഒരു കഥാപാത്രങ്ങളും ആട്ടക്കഥകളെയും കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. പ്രധാനമായിട്ടുള്ളത് ദമയന്തി, അതായത് നളചരിതം 1-ാം ദിവസത്തിൽ ദമയന്തിയും തോഴിമാരും അതുപോലെ നരകാസുരവധം ലളിത. ഭഗവതം ലളിത, പിന്നെ രുക്മാംഗത ചരിതത്തിലെ മോഹിനി, പിന്നെ രുക്മിണി സ്വയംവരം രുക്മിണി, സീതാ സ്വയംവരത്തിലെ സീത, ബാണയുദ്ധത്തിൽ ഉഷയും ചിത്രലേഖയും. ഇത്രയാണ് സാധാരണ നടപ്പിലുള്ള സാരികൾ ഉള്ള കഥാപാത്രങ്ങളും ആട്ടക്കഥകളും. പിന്നെ വരുന്നത് രുക്മാംഗത ചരിതം ആട്ടക്കഥയിലാണ്. രുക്മാംഗത മഹാരാജാവ് നായാട്ടിനായി വനത്തിൽ വന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മോഹിനി അവിടേക്ക് രാജാവിൻ്റെ സമീപത്തേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് സാരി ഉള്ളത്. ഒരു ഏകാദശി വ്രതം മുടക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് മോഹിനിയെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. രാജാവ് മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുന്നുമുണ്ട്. ഇവിടെയും ഈ സാരിയുടെ സാഹിത്യം മോഹിനിയുടെ സൗന്ദര്യ വർണ്ണന തന്നെയാണ്. പിന്നെ വരുന്നത് സീതാ സ്വയംവരം ആട്ടക്കഥയിലാണ്. ആദ്യമായിട്ട് കഥകളിയിൽ സാരി വരുന്നത് കൊട്ടാരക്കര തമ്പുരാൻ്റെ സീതാ സ്വയംവരം ആട്ടക്കഥയിലാണ് എന്ന് പറയപ്പെടുന്നു. വിവാഹരംഗത്തിൽ സീത പ്രവേശിക്കുന്ന സമയത്താണ് ഈ സാരി എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് രുക്മിണി സ്വയംവരം ആട്ടക്കഥയിൽ രുക്മിണിയുടെ വിവാഹരംഗത്തിൽ രുക്മിണി പ്രവേശിക്കുന്നത് ഈ സാരി എടുത്തുകൊണ്ടാണ്.
പിന്നെ വരുന്നത് ബാണയുദ്ധം ആട്ടക്കഥയിൽ രാജകുമാരിയായിട്ടുള്ള ഉഷയും സഖിയായ ചിത്രലേഖയും ചേർന്ന് എടുക്കുന്ന സാരിയാണ്. പതിവ് ചുവടുകൾക്കും രീതികൾക്കും അപ്പുറമായിട്ട് ഇതിൽ പന്തുകളിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് നടപ്പിലുള്ള സാമാന്യേന സാരികൾ ഉള്ളത് ഇതിലൊക്കെയാണ്. പിന്നെ സാരികൾ നായിക ഒറ്റയ്ക്കും തോഴിമാർ ചേർന്നും പതിവുണ്ട്. തിരുവാതിരക്കളിയിൽ കഥകളിപ്പദങ്ങൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ സാരിപ്പദം ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ മുദ്രകളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ആശയം പകർന്നു കൊടുക്കാൻ ആണ് കഥകളിയിൽ മുദ്രകളുടെ പ്രധാന ധർമ്മം. ഈ സാരിയിൽ മുദ്രകൾ ഇല്ല, അങ്ങനെ മുദ്ര കാണിക്കുന്ന പതിവില്ല, ചുവടുകൾ മാത്രമേ ഉള്ളൂ. സാരികളെ പറ്റി മുഴുവനായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാമാവസ്ഥ എല്ലാ സാരികളിലും ഗോപ്യമായി കിടക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഏത് സാരികളുടെ ആ ഒരു സന്ദർഭം ആലോചിച്ചാലും അങ്ങനെയാണ് കാണുന്നത്. കഥകളിയിലെ സ്ത്രീവേഷങ്ങൾക്ക് ആഹാര്യം ഒരേപോലെ തന്നെയാണ്. ഏത് കഥാപാത്രമാണെങ്കിലും വേഷം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാവാവിഷ്കാരവും പാത്രബോധവും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് അവതരണം നടത്തേണ്ടത്. അത് ഭാവാവസ്ഥ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെയാണ് സാരിയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇനി ഒരു ചെറിയ സംശയമാണോ വലിയ സംശയമാണോ എനിക്കറിയില്ല. നളചരിതത്തിലെ സാരി നൃത്തവും നരകാസുരവധത്തിലെ സാരി നൃത്തവും നല്ല വ്യത്യാസം ഉണ്ടെന്നാണ് അല്ലേ? നളചരിതത്തില് കുറച്ച് ലളിത ഇതാണ്, നമുക്ക് കുട്ടിക്കാലത്തൊക്കെ അതാണ് ആകർഷിക്കുക, നളചരിതത്തിലെ സാരി നൃത്തം. അപ്പൊ അതില് എന്താ ആ വ്യത്യാസം എന്താന്ന് കൂടി ഒന്ന് പറഞ്ഞത്. ഇവിടെ ശ്രീദേവി ചോദിച്ചത് വളരെ ശരിയാണ്. നളചരിതത്തിലെ സാരിയും നരകാസുരവധം ലളിതയുടെ സാരിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം സങ്കേതങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ആ സന്ദർഭത്തിലുണ്ട്, കഥാപാത്രത്തിൻ്റെ അവസ്ഥയിലുണ്ട്, പിന്നെ എന്താണ് ഭാവത്തിൽ ഉണ്ട്, ചരണങ്ങളുടെ എണ്ണത്തിൽ വരെ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും സാരിയുടെ അടിസ്ഥാന ഒരു രൂപം ഒന്ന് തന്നെയാണ്. ഇപ്പം നളചരിതത്തിലെ സാരി എടുത്താൽ പൂമകനും മൊഴിമാതും എന്നുള്ള പുന്നാഗവരാളി രാഗത്തിൽ ചമ്പടതാളത്തിലുള്ള സാരിയാണ്. നളചരിതം 1-ാം ദിവസത്തിലെയാണ്. അതിൽ ദമയന്തിയും തോഴിമാരും വിദർഭ രാജധാനിയിലെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സാരി ഉള്ളത്. അതായത് ഹംസത്തിനെ കാണുന്നതും ഹംസവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുന്ന ആ രംഗത്തിൽ തന്നെയാണ് ഈ സാരി, പ്രവേശത്തിനാണ് ആ സാരി ഉപയോഗിക്കുന്നത്. ഇവിടെ ശരിക്ക് നായിക കാമാതുരയായിട്ടാണെങ്കിലും അത് അത്ര പ്രകടമല്ല. സാരിയിൽ ദേവദമ്പതിമാരെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വരികളാണ് ഈ സാരിയിലുള്ളത്. സാധാരണ
ലളിതന്മാരെ നോക്കിയാൽ ലളിതകളിലാണ് പിന്നെയുള്ള സാരിയുള്ളത്. അതിൽ പ്രതികാരം കൊണ്ടോ കാമം കൊണ്ടോ ഒക്കെ അതിനു വേണ്ടി സ്വന്തം രൂപം മറച്ച് സുന്ദരീ രൂപം ധരിച്ചിട്ട് വരുന്ന രാക്ഷസിമാരാണ് ലളിതകൾ. ഇപ്പം നരകാസുരവധം ലളിത എടുക്കുകയാണെങ്കിൽ നരകാസുരൻ്റെ ആജ്ഞാനുവർത്തിയായിട്ടുള്ള നക്രതുണ്ടി ദേവസ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. അവിടെ വച്ച് ഇന്ദ്രപുത്രനായിട്ടുള്ള ജയന്തനെ കണ്ട് കാമപരവശയാകുന്നു. രൂപം മാറി നല്ല ഒരു സുന്ദരിയായി ഉള്ള രൂപം ധരിച്ച് ജയന്തൻ്റെ സമീപത്തേക്ക് വരുന്ന ആ സമയത്താണ് ലളിതയായി വരുന്ന ആ പ്രവേശിക്കുന്ന സമയത്താണ് നരകാസുരവധത്തിലെ സാരി ഉള്ളത്. അതിൻ്റെ പ്രത്യേകതകൾ നീലാംബരി രാഗത്തിൽ ശ്ലോകം ചൊല്ലി തിരശീല മാറ്റുമ്പോൾ വരാളി രാഗം പാടുന്നു. ആ സമയത്ത് ലളിത ചില പ്രത്യേക ചുവടുകളും ഉലച്ചിലുകളും എടുത്ത് അതിനുശേഷം സാരി എടുത്താണ് പദം തുടങ്ങുന്നത്. പദം വീണ്ടും നീലാംബരിയിൽ തന്നെയാണ്. പദം ചെയ്ത് അതിൽ ആഗ്രഹപൂർത്തി വരാതെ രാക്ഷസീയ ഭാവം എടുത്ത് ജയന്തനെ പിടിക്കാനായിട്ട് ഓടി വരുന്ന സമയത്ത് വികൃതയാക്കപ്പെട്ടു. അവിടുന്ന് ആർത്ത് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകേണ്ടി വരികയാണ്. അപ്പോൾ വന്ന ഉദ്ദേശം നടക്കാതെ പോയ ലളിതയാണ് നരകാസുരവധം ലളിത. വളരെ പ്രാധാന്യം കഥകളിയിൽ വളരെ പ്രാധാന്യമുള്ള ലളിതയാണ് നരകാസുരവധം ലളിത. പിന്നെയുള്ള വരുന്നത് ഭഗവധം ലളിതയാണ്. ഹിഡുംബിയാണ്. ഹിഡുംബി രൂപം മാറി സുന്ദരി രൂപം ധരിച്ച് ഭീമനെ സമീപിക്കുന്ന ആ സമയത്തെടുക്കുന്ന സാരിയാണ്. ഈ സാരിയിലും അത് നരകാസുരവധം ലളിതയുടെ സാരിയിലും അത് സാരിയിലെ സാഹിത്യം എന്നുള്ളത് ലളിതകളുടെ സൗന്ദര്യ വർണ്ണന തന്നെയാണ്. ഭഗവധം ലളിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നടക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ആ ലളിതയ്ക്ക് ആ ലളിതയായിട്ട് തന്നെയാണ് പിന്നീടും കഴിയുന്നത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കാനായതിലുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ശരി, നമസ്കാരം. ബീനെ എന്തായാലും ഞങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെ ബീന നല്ല മറുപടി തന്നു. ഞങ്ങൾക്ക് ലളിതമായിട്ട് ഞങ്ങൾക്കൊക്കെ നല്ലോണം മനസ്സിലായി. അപ്പൊ ഈ ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തന്നതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ബീനോട്. ഇപ്പൊ ഇത് കേട്ടപ്പോ ഞങ്ങക്ക് സാരി നൃത്തം കളിക്കണമെന്നും കൂടി ഒരു മോഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബീനയുടെ ഉത്തരങ്ങൾ കേട്ടിട്ട്. വളരെ നന്ദി. അതെ.